ഹായ് ഹലോ ഇത് ഈ ഓണത്തിനൊക്കെ കോളേജുകളിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിരുന്ന ജുബ്ബയാണ് കേട്ടോ ആൺകുട്ടികൾ. കാരണം അതൊന്നും ആ ഒരു പരിപാടിക്ക് മാത്രമേ ഇടുള്ളൂ. അപ്പോൾ അങ്ങനെ കസ്റ്റമർ കൊണ്ടുവന്നതാണ് കേട്ടോ, അവർ ആങ്ങളതോ ആരതോ ആണ്. അപ്പോൾ ഇതുകൊണ്ട് മോൾക്കൊരു ഫ്രോക്ക് ചെയ്തു തരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അടിപൊളിയായ ഒരു ഫ്രോക്ക് ചെയ്താലോ? ഇതേപോലത്തെ ഇതൊക്കെ ഒരുപാട് ആളുകളെ കയ്യിൽ കണക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് യോക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് 9.5 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പുമാണ്. ഷോൾഡർ കൊടുത്തിട്ടുള്ളത് 4 ഇഞ്ചാണ്. ചെസ്റ്റ് കൊടുത്തിട്ടുള്ളത് 6.25 ഇഞ്ചാണ്. വേസ്റ്റ് കൊടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. അത് ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് നേരെ ഇതിലോട്ട് വെച്ചിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ടിത് ഒരു മോഡലാണ് കേട്ടോ കാണിക്കാൻ പോണത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോഡലാണിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് കറക്റ്റ് ആക്കിയിടാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ മുന്നിൽ ആ പട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് കറക്റ്റ് ആക്കിയിടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിനപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും കറക്റ്റ് ആക്കിയിടാനും നോക്കുക. അതേപോലെ തന്നെ തല തിരിച്ചിടാൻ നോക്കുക, അതായത് മറച്ചിടാൻ നോക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഈ വരച്ച് കട്ട് ചെയ്തെടുത്ത ഈ പാറ്റേൺ വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 26 ഇഞ്ചാണ്. അതിക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഇത് വരച്ച ശേഷം ബാക്കി വരുന്നത് അതിങ്ങനെ അതിൻ്റെ നേരായ യോക്കിൻ്റെ ലെങ്ത്ത് വരെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. 4 ഇഞ്ചാണ് ആ പുറത്ത് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 2.25 ഇഞ്ച് അപ്പം ഞാൻ ഉള്ളുക്കും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടല്ലോ, അവിടുന്ന് ഇങ്ങോട്ട് 2.25 ഇഞ്ചും അങ്ങോട്ടുള്ളത് 4 ഇഞ്ചുമാണ് ബാക്കിയുള്ളത്. എന്നിട്ട് ഇനിയിത് കറക്റ്റായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണേ. കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. കാരണം മറ്റൊരു ഡ്രസ്സാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാനും സാധ്യത ഉണ്ട്. ഇത് സാറ്റിനുമാണ് കേട്ടോ ക്ലോത്ത്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്യുക. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് വരുന്നത് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇതൊക്കെ കറക്റ്റായി പിടിക്കുക. സാറ്റിനായത് കാരണം ഇങ്ങനെ എന്നിട്ട് നമ്മൾ 2.25 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലോ, അവിടേക്ക് ഉള്ളിലേക്ക് വെട്ടുക. എന്നിട്ട് ഇത് ഇനിയിവിടെ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് വരികയാണ് കേട്ടോ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കറക്റ്റായിട്ട് എല്ലാതും കട്ടായി എന്ന് ഉറപ്പ് വരുത്തുക, ഒരേ ലെവലിലാണെന്നും ഉറപ്പ് വരുത്തുക കേട്ടോ. കാരണം ഞാനൊന്ന് പ്ലീറ്റ് ഇട്ട് നോക്കിയപ്പം പ്ലീറ്റ് ബാക്കി ഉണ്ടാവും തോന്നി. കാരണം 1 ഇഞ്ച് തയ്യൽ തുമ്പാണല്ലോ, നമ്മളാകെ 2.25 അല്ലേ, അപ്പോൾ 1.25 വരുള്ളൂ. അപ്പോൾ 2.25 കുറച്ചുകൂടി ഞാൻ മുന്നിക്കൊന്നിട്ടതാണ്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇതിൽ നെക്ക് കട്ട് ചെയ്യുകയാണ്. നെക്ക് കട്ട് ചെയ്യുമ്പം നെക്കിന് 1.25 ഇഞ്ച് നെക്കിൻ്റെ വിടുത്തും 2 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തുമാണ് ഫ്രണ്ട് നെക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊട്ടും തടിയില്ലാത്തൊരു കുഞ്ഞു ബേബിക്കാണ്. ഏകദേശം വയസ്സിന് 5 വയസ്സോ എങ്ങാനും ആയിട്ടുണ്ട്. പക്ഷേ അവൾ തീരെ തടിയൊന്നുമില്ല. അപ്പോൾ ചെറിയ നീളോ തടിയൊന്നും ഇല്ലാത്ത ഒരാളാണ്, അവൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടല്ലോ, കറക്റ്റായിട്ട് ആ 1.25 2 ഞാൻ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ ബാക്ക് നെക്ക് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് നെക്ക് ഒന്ന് നോക്കിയാലോ. ബാക്ക് നെക്ക് ഇത് ഞാൻ ഉള്ളിൽ നിന്നൊന്ന് നീക്കിയിട്ടിട്ടാണ് കേട്ടോ 2 ഒപ്പല്ല കട്ട് ചെയ്തത്. കാരണം പട്ടയൊക്കെ വരുമ്പോൾ ഒന്ന് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇവിടുന്ന് 1.25 അടയാളപ്പെടുത്തിയാൽ മതി. പക്ഷേ ഒന്ന് ജസ്റ്റ് ചെറിയൊരു വിദ്യ പറഞ്ഞു കേട്ടോ. പേക്കാതെക്കാൻ കറക്റ്റായിട്ട് ഇപ്പം ഫ്രണ്ട് വെട്ടിയത് എടുത്തിട്ട് നേരെ അതുപോലെ വെച്ചാൽ കറക്റ്റായിട്ട് അവിടെ വരച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരു 1.5 അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒരു കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ആ കർവ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നെക്കിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് സ്ലീവും അതേപോലെ തന്നെ നെക്കിന് ക്രോസ് പീസും ഒക്കെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാൻ പോണത് ഇതിൻ്റെ താഴ്ഭാഗം ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനാണ് ആ ഒഴിച്ചിട്ടിട്ടുള്ളത് കട്ട് ചെയ്ത് ഫ്രണ്ടിക്ക്. അപ്പോൾ നമുക്കവിടെ സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്ലീവുമ്മ തന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് അളന്ന് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് അതേപോലെ തന്നെ ചെറിയൊരു ക്യാപ്പ് സ്ലീവ് അത്രേ കൊടുക്കണുള്ളൂ കേട്ടോ. ഓവറായിട്ടുള്ള സ്ലീവോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണില്ല. അപ്പോൾ അത് കറക്റ്റ് ഞാൻ വരക്കാനൊന്നും നിന്നിട്ടില്ല. ഞാൻ കറക്റ്റ് ജസ്റ്റ് ഒരു അളവ് നോക്കിയിട്ട് അതങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. കാരണം പഫ് സ്ലീവാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എത്ര സ്ലീവ് ബാക്കി ഉണ്ടെങ്കിലും അതൊക്കെ ഇമ്മൽ പഫായിട്ട് പോവും. അപ്പം ഇനി സ്ലീവിൽ ബാക്കി വരുന്ന പീസ് ഞാനൊന്ന് നീർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിമന്ന് ക്രോസ് പീസ് എടുക്കണം നമുക്ക്. ആ ക്രോസ് പീസ് കറക്റ്റായിട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചപ്പോൾ അതിമേലുള്ള പാടുണ്ട്. ആ പാടിനനുസരിച്ച് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് നേരെ ഒന്ന് മടക്കിയിടുകയാണ്. എനിക്ക് എളുപ്പത്തിന് ഒറ്റ കട്ടിങ്ങിന് ക്രോസ് പീസ് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ആ കട്ട് ചെയ്തതിന് അടുത്ത് വെച്ചിട്ട് അതേപോലെ തന്നെ 2 പീസ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടല്ലോ, 2 ക്രോസ് പീസും കിട്ടി. അത് നെക്കിനാണ് കേട്ടോ. ഇനി ചെയ്യാൻ പോണത് കറക്റ്റായിട്ട് നമ്മൾ ആദ്യം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നെക്ക് മൊത്തത്തിലാണ്ട്
സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ കാണിക്കണ പോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ദാ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലീവാണ്. സ്ലീവ് പഫ് സ്ലീവായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതേപോലെ പഫ് സ്ലീവായിട്ട് 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാട്ടോ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗം അലാസ്റ്റിക് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവിടെ വെച്ചിട്ട് വലിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. 8 ഇഞ്ചിലാണ് സ്ലീവ് ചെയ്യണത് കേട്ടോ. അപ്പോൾ 8 ഇഞ്ചിലുള്ള എലാസ്റ്റിക് എടുക്കുക, 2 എലാസ്റ്റിക് എടുക്കുക കേട്ടോ. എന്നിട്ട് അത് കറക്റ്റായിട്ട് ആ 8 ഇഞ്ച് കൊടുക്കാൻ കാരണം കുറച്ച് ലൂസും തയ്യൽ തുമ്പും ഒക്കെ അതിൽ പോകണം കേട്ടോ. അതിനാണ്. അപ്പോൾ 4 ഇഞ്ചൊക്കെ വരുള്ളൂ, 3.5 ഇഞ്ചൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ കറക്റ്റായിട്ട് ഇതേ കണ്ടല്ലോ, ഇതേപോലെ വെച്ചിട്ട് അതവിടെ അടിച്ചു കൊടുക്കുകയാണ്. ആ സ്ലീവ് ചുരുക്കിട്ട് വരും. ആദ്യം ഒരു മടക്കി അടിക്കുക. അതിന് ശേഷം ആ ലാസ്റ്റിക് ഉള്ളിൽ വെച്ചിട്ട് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ടല്ലോ 2 സൈഡും ഉള്ളിലോട്ട് ദാനി അവിടെ ഒരു വലിയൊരു സ്റ്റിച്ച് എടുത്ത് കൊടുത്ത ശേഷം അതിങ്ങനെ ചെറുതായിട്ട് നൂല് വലിച്ച് നമ്മൾ പ്ലീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ഇതേപോലെ പ്ലീറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പ്ലീറ്റ് ആക്കിയ ശേഷം ആ തയ്യൽ തുമ്പിനുള്ള ഭാഗത്തേക്ക് പ്ലീറ്റ് കൊടുക്കണ്ട. എന്നിട്ട് അവിടെ ലേശം ഒന്ന് ജോയിൻ ചെയ്തിട്ട് അതവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ആദ്യം പ്ലീറ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണേ. 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് നമുക്ക് നേരിട്ടാണ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ, ഫ്രണ്ടും ബാക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടം ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ബൈ.